പിന്നെ നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാവുക. രാവിലെ തന്നെ ക്ഷീണം വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്, അലാം ഒന്ന് സ്നൂസ് ചെയ്ത് വെക്കാതിരിക്കുക. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ എല്ലാ ബോഡി പാർട്ടും ജനറലായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ ഫോണിലോട്ടുള്ള നോട്ടം അതാദ്യം ഒഴിവാക്കുക. പിന്നെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് സൺലൈറ്റ് ഒന്ന് കൊള്ളുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകുക. ഇതൊക്കെയാണ് ജനറലായിട്ട് നമുക്കൊന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യും. അതായത് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടത്. അത് സ്കിപ്പ് ചെയ്ത് പിന്നെ അതൊരു ക്ഷീണത്തിലേക്ക് ലീഡ് ചെയ്യും. ചിലപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നത് അതായിരിക്കും. അവർ വിചാരിക്കുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലാണ് എല്ലാം ഇരിക്കുന്നത്, അതവരങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി നമുക്കൊരു എഗ്ഗ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സോഴ്സാണ് എഗ്ഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും എഗ്ഗൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടും. അതല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, വേറെ ഡിസീസ് കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ഒരു ബോയിൽഡ് ബനാനയും കഴിക്കുന്നത് ഇനഫാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അനുസരിച്ച് എല്ലാവരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഇപ്പോൾ എല്ലാവരോട് ചോദിച്ചു കഴിഞ്ഞാലും വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ആ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളതത് ലിറ്റർ കണക്കിന് ചോദിക്കുമ്പോൾ പറയും വലിയതായിട്ടൊന്നും കുടിക്കില്ല, ഒരു ലിറ്റർ 1.5 ലിറ്റർ. അവർ ദാഹിച്ചിട്ട് കുടിക്കുന്നതായിരിക്കില്ല, ചിലപ്പോൾ കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുടിക്കും. അപ്പം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ 2.5 ലിറ്റർ വെള്ളമൊന്നും കുടിക്കണം എന്ന് ഞാൻ പറയില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു 2 to 2.5 ലിറ്റർ ഡെയിലി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നതും ആയിരിക്കും കിഡ്നി അസുഖത്തിലേക്കൊക്കെ നയിക്കുന്നത്. പൊതുവെ ഇന്നത്തെ കാലത്ത് എല്ലാവരും AC അതുപോലുള്ള കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ദാഹിക്കുന്ന ടൈമിൽ മാത്രമേ നമ്മൾ വെള്ളം എടുക്കുന്നുള്ളൂ. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുന്നേ ഇല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയത്തായിരിക്കും ഈ വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു ഡേ ടു ഡേ, ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു 2.5 ലിറ്റർ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡിക്ക് നല്ലതാണ്. ഇപ്പോൾ സ്കിന്നായാലും മസിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ടയേർഡ്നെസ് ആണെങ്കിലും നമുക്ക് കൂടുതൽ വിശപ്പുള്ളവർക്കാണെങ്കിലും ആ വിശപ്പൊന്ന് കുറയ്ക്കാൻ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ഇതേപോലെ ക്ഷീണം വരുമ്പോൾ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സാണ് കരിക്ക്. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു കരിക്ക് ഡെയിലി കുടിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് അസുഖമുള്ള ആളുകൾക്കാണ് കരിക്ക് ഒഴിവാക്കേണ്ടി വരുന്നത്, എസ്പെഷ്യലി കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. കാരണം പൊട്ടാസ്യം വളരെയധികം കൂടുതലാണ് കരിക്കിൽ. അപ്പോൾ അവർ അത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. അതർവൈസ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി കരിക്ക് കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും അതിലോട്ട് ചെറുതായിട്ടൊന്ന് ലെമണും സ്ക്യൂസ് ചെയ്തിട്ട് നാരങ്ങ വെള്ളം പോലെ ഉണ്ടാക്കി കുടിക്കുന്നത് കൊണ്ടും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് കുടിക്കാം. ഇതെല്ലാം കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അവർ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം. ജനറലായിട്ടുള്ള ക്ഷീണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ORS വെള്ളം കുടിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. ഈ ഡ്രിങ്ക്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് മോർണിംഗ് ട്രൈ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ് വാം വാട്ടറിൽ ഒരു ചെറിയൊരു പീസ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് അതിൽ 1 ടീസ്പൂൺ ഹണി ചേർത്ത് കുടിക്കുന്നത് നല്ല. പക്ഷേ ഈ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ദയവ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ ഈ ഡ്രിങ്ക് കുടിക്കാതിരിക്കുക. കാരണം അസിഡിറ്റിയുടെ പ്രോബ്ലം കൂടും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിസീസ് കണ്ടീഷൻ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് എല്ലാം ട്രൈ ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ അസിഡിറ്റി ഉള്ളവർക്ക് അറിയാം ഇത് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടുന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടും.